ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 109 ഭാഗം അവതരണം. വക്കത്തെ പുത്തൻനട. ചിറയിൻകീഴിനടുത്തുള്ള വക്കം ദേശത്ത് ദൈവപുര എന്നൊരു പുരാതന ക്ഷേത്രമുണ്ടായിരുന്നു. ഉടകുല പെരുമാളായിരുന്നു ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഒന്നിടവിട്ട കൊല്ലങ്ങളിലാണ് അവിടെ ഉത്സവം നടന്നിരുന്നത്. 10 ദിവസമായിരുന്നു ഉത്സവം. ആ ഉത്സവത്തിന്റെ അവസാന നാളിൽ നാനാവിധത്തിലുള്ള ആയുധങ്ങൾ വഹിച്ചുകൊണ്ടും താളമേള വാദ്യങ്ങളോടുകൂടിയും വർണ്ണപ്പകിട്ടാർന്ന ഒരു ഘോഷയാത്രയും നടന്നിരുന്നു. ഉടകുല പെരുമാൾ യുദ്ധത്തിന് പോകുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ ഘോഷയാത്ര. അത് കഴിഞ്ഞാൽ അവിടുത്തെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി കഥകളിയായിരുന്നു. കഥകളി നടക്കുന്ന പന്തലിൽ ഏറ്റവും മുന്നിലായും ആദ്യമായും പായ വിരിച്ച് ഇരിക്കുന്നതിനുള്ള അവകാശം 4 പുരാതന ഈഴവ കുടുംബങ്ങൾക്കാണുണ്ടായിരുന്നത്. അവിടത്തെ ഗൃഹനായികമാർ പായ വിരിച്ച് ഇരുന്നതിന് ശേഷമേ മറ്റുള്ളവർക്ക് പായ വിരിക്കുവാനും ഇരിക്കുവാനും അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു പ്രാവശ്യത്തെ ഉത്സവനാളിൽ കഥകളി കാണുവാനായി വക്കത്തെ പേരുകേട്ട ധനിക കുടുംബമായിരുന്ന വക്കത്ത് വീട്ടിലെ പ്രൗഢയും കുലമഹിമയുമുള്ള ചക്കി ആശാട്ടി എന്ന ആശാട്ടി വല്യമ്മ ക്ഷേത്രത്തിലെത്തി. അവർ കഥകളി നടക്കുന്ന പന്തലിൽ വന്ന് ഏറ്റവും മുന്നിൽ തൻ്റെ മെത്തപ്പായി വിരിച്ച് ഇരിപ്പായി. അത് കണ്ട് പന്തലിന്റെ മുന്നിലിരിക്കാൻ അവകാശപ്പെട്ട കുടുംബത്തിലെ ചാന്നാന്മാർ ഓടിയെത്തി. അവിടെ വിരിച്ച പായ ചുരുട്ടി എഴുന്നേൽക്കാൻ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ആശാട്ടി വല്യമ്മ അതിന് വഴങ്ങിയില്ല. ഒടുവിൽ അതൊരു വലിയ വഴക്കായി തീർന്നു. അതിൽ മനം നൊന്ത ആശാട്ടി വല്യമ്മ പായും ചുരുട്ടി കഥകളി കാണാതെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ അപമാനവും സങ്കടവും സഹിക്കാനാവാതെ വന്നപ്പോൾ എല്ലാ കുടുംബക്കാർക്കും ഒരുപോലെ ഉത്സവത്തിൽ പങ്കുകൊള്ളാനും ആരാധിക്കാനും പരിപാടികൾ കാണാനും അവകാശമുള്ള നിലയിൽ ഒരു ക്ഷേത്രം വക്കം ദേശത്തുണ്ടാക്കണമെന്ന് ആശാട്ടി വല്യമ്മ ആഗ്രഹിച്ചു. അതിനായി 1.5 ഏക്കർ പുരയിടം അവർ വില കൊടുത്തു വാങ്ങി. അതിനിടയിൽ വക്കത്തെ വേലായുധൻ നടയിൽ ഗുരുദേവൻ എഴുന്നള്ളിയിരിക്കുന്നു എന്നറിഞ്ഞ് ആശാട്ടി വല്യമ്മ ഉടനെ ആ ക്ഷേത്രത്തിലെത്തി ഗുരുദേവനെ നമസ്കരിച്ചു. എന്നിട്ട് തനിക്കുണ്ടായ അപമാനവും സങ്കടവും ഉണർത്തിച്ചു. ജാതിയും ജാതിക്കുള്ളിലെ ജാതിയും അധികമാക്കുന്ന ക്ഷേത്രാചാരങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ഗുരുദേവൻ ആ ആശാട്ടി വല്യമ്മയുടെ ആഗ്രഹത്തിനും
ഉദ്യമത്തിനും എല്ലാ പ്രോത്സാഹനവും നൽകി. അതനുസരിച്ച് ക്ഷേത്രത്തിന്റെ നാലമ്പലവും ശ്രീകോവിലും ഊട്ടുപുരയും പണി കഴിപ്പിച്ചു. അതിനുശേഷം ആശാട്ടി വല്യമ്മ അവിടെ പ്രതിഷ്ഠ നടത്തി കൊടുക്കണമെന്ന് ഗുരുദേവനെ കണ്ട് അപേക്ഷിച്ചു. ഗുരുദേവൻ സമ്മതിച്ചു. അങ്ങനെ 1889 ശിവരാത്രി നാളിൽ ഗുരുദേവൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തുടർന്ന് അവിടെ ശിവപ്രതിഷ്ഠ നടത്തുകയും അതൊരു പുത്തൻ ക്ഷേത്രമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. പുത്തൻ ക്ഷേത്രമെന്നാൽ പുതുതായി നിർമ്മിച്ച ക്ഷേത്രമെന്നതിനേക്കാൾ അപരിഷ്കൃതമായ ജാത്യാചാരങ്ങളെ ഇല്ലാതാക്കി പരിഷ്കൃതമായ ആചാരം കൊണ്ടുവന്ന പുത്തൻ ക്ഷേത്രം എന്നായിരുന്നു അതിന്റെ പൊരുൾ. ആ ക്ഷേത്രത്തിന് ദേവേശ്വരം എന്ന പേരും ഗുരുദേവൻ കൽപ്പിച്ചു നൽകി. അതിനുശേഷം ഗുരുദേവൻ അരുവിപ്പുറത്തേക്ക് മടങ്ങി. പുത്തൻ ക്ഷേത്രമെന്ന് ഗുരുദേവൻ വിശേഷിപ്പിച്ചതിനാൽ ആ ക്ഷേത്രം പുത്തൻനട എന്ന പേരിലും പ്രസിദ്ധമായി തീർന്നു. അവതാരപരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം വക്കത്തെ പുത്തൻനട അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.